ഹലോ ഫ്ലൈവിലേഴ്സ്, നമ്മളിപ്പോൾ ചെന്നൈയിൽ നമ്മൾ വന്നേക്കുന്നത് അശോക് ലേലൻ്റെ ടെക്നിക്കൽ സെൻറ്ററിലാണ്. ഇവിടെ ട്രാക്കിൽ നമ്മളിന്ന് 2 വാഹനങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ വന്നേക്കുന്നത്. പക്ഷേ നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നത് അശോക് ലേലൻ്റെ ബ്രാൻഡിൻ്റെ വാഹനങ്ങളല്ല. നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നത് സ്വിച്ച് എന്ന ബ്രാൻഡിൻ്റെ 2 വാഹനങ്ങളാണ്. ഈ ബ്രാൻഡ് ഇപ്പോൾ ഈ LCV സെഗ്മെൻറ്റിലേക്ക്, അതായത് ലൈറ്റ് കമേഴ്ഷ്യൽ വെഹിക്കിൾ സെഗ്മെൻറ്റിലേക്ക് 2 വാഹനങ്ങൾ ഇറക്കിയിട്ടുണ്ട്. 2 ഇലക്ട്രിക്കാണ്. ഒന്ന് IV3യും ഒന്ന് IV4ഉം. നമുക്ക് ഈ വാഹനങ്ങളുടെ കൂടുതൽ വിഷയം കിടക്കാം. വെൽക്കം ടു ഫ്ലൈവിംഗ്. ഈ ഒരു കമേഴ്ഷ്യൽ വെഹിക്കിൾ സെഗ്മെൻറ്റിലുള്ള ആളാണെങ്കിൽ സ്വിച്ച് എന്ന ബ്രാൻഡ് എന്തെങ്കിലും കേട്ടിട്ടുണ്ടാവും. ഇനി കേൾക്കാത്തവർക്കായിട്ട് ഞാൻ പറഞ്ഞുതരാം. സ്വിച്ച് എന്ന ബ്രാൻഡ് ശരിക്കും പറഞ്ഞാൽ അശോക് ലേലൻ്റെ ഒരു ഇലക്ട്രിക്കൽ വിങ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. ഹിന്ദുജ ഗ്രൂപ്പിൻ്റെ ഒരു വേറെ കമ്പനിയായിട്ട് വരുന്നത്. ഓൾറെഡി നമ്മുടെ മാർക്കറ്റിൽ അവർ ഇറങ്ങിയിട്ടുണ്ട്. നമ്മളിതിന് മുന്നേ സ്വിച്ചിൻ്റെ ഒരു ബസ്സിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് അത്യാവശ്യം ഒരു നല്ലൊരു റെസ്പോൺസും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ 2 വാഹനങ്ങളുടെയും റിവ്യൂ ചെയ്യാൻ വെച്ചത്. ഈ വാഹനം പക്ഷേ രണ്ടും പുതിയതായിട്ടൊന്നും റിലീസാവില്ല. ഓൾറെഡി 3-4 മാസമായിട്ട് നമ്മുടെ നിരത്തിലുണ്ട്. കഴിഞ്ഞ വർഷത്തെ ഓട്ടോ എക്സ്പോയ്ക്കായിരുന്നു ഇത് ആദ്യമായിട്ടും അവർ ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തത്. പക്ഷെ ഇന്നിപ്പോൾ അവർ ഈ വാഹനം നിരത്തിലിറക്കി കസ്റ്റമേഴ്സ് ഉപയോഗിച്ചിട്ട് പിന്നെയും കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി ഇതിപ്പോൾ പ്രോപ്പറായിട്ട് ഒരു വണ്ടിയാണ് ഇറക്കിയേക്കുന്നത്. സോ ദീസ് ബോത്ത് ആർ ഇപ്പോൾ അത്യാവശ്യം പ്രൂവൺ ആണ്. ഈ 2 വാഹനങ്ങളും നമുക്ക് പ്രോപ്പറായിട്ട് ഓടിച്ചു നോക്കാം. നമ്മളിവിടെ പ്രൂവിംഗ് ഗ്രൗണ്ടിലുള്ള ഇന്ന് കുറച്ച് ടെസ്റ്റ് ട്രാക്സ് ഒക്കെ ഉണ്ട്. നമ്മൾ ഹൈ സ്പീഡ് ടെസ്റ്റിംഗ് നടത്തുന്നുണ്ട്. അവർ ടെസ്റ്റിംഗ് ടേണിംഗ് റേഡിയസിൻ്റെ ടെസ്റ്റിംഗ് ഉണ്ട്. പിന്നെ ഈ സസ്പെൻഷൻ്റെ ടെസ്റ്റിംഗ് ഉണ്ട്. ഇങ്ങനത്തെ ചെറിയ ചെറിയ ബേസിക് ആയിട്ടുള്ള സാധനം മറ്റേ ഗ്രേഡബിലിറ്റി ഒക്കെ നോക്കുന്നുണ്ട് നമ്മൾ. സോ ആദ്യം നമുക്ക് വാഹനങ്ങൾ ഒരു ലുക്സും നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയറിൽ വന്നേക്കുന്ന മാറ്റങ്ങളും പിന്നെ എന്താണ് ഈ ഇത് ശരിക്കും പറഞ്ഞാൽ ബഡാ ദോസ്തുമാണ്. കണ്ടാൽ മനസ്സിലാവുന്നുണ്ടാവും. നമ്മുടെ തരത്തിലുള്ള വാഹനങ്ങൾ തന്നെയാണ്. പക്ഷേ ഈ 2 വാഹനങ്ങളൊന്നും കുറച്ച് വ്യത്യാസമാണ് അവർ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ ഇലക്ട്രിക്കൽ ആർക്കിടെക്ചർ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. നമുക്കതൊക്കെ നോക്കാം. നമുക്ക് ആദ്യം അവരുടെ വലിയ വണ്ടിയായ IEV4 എന്ന് പറഞ്ഞാൽ ഇൻ്റലിജൻറ്റ് ഇലക്ട്രിക് വെഹിക്കിൾ. അവരുടെ വെഹിക്കിൾ നമ്പറാണ് 4. സോ നമുക്ക് അതിൽ നിന്ന് കിടക്കാം. ഇത് ബേസിക്കലി നമുക്ക് ബോഡി ഷേപ്പും ഡിസൈനും കണ്ടാൽ മനസ്സിലാവും ബഡാ ദോസ്തിൻ്റെയാണ്. മെയിൻ ഒരു ഡിഫറൻസ് വരാൻ പോകുന്നത് ഇവിടെ വന്നിരിക്കുന്ന ഈ ഗ്രില്ലിന് പകരം സ്വിച്ച് എന്ന ബ്രാൻഡിങ്ങും ഇത് കവർ ചെയ്തിട്ടുണ്ട്. ഇലക്ട്രിക് വാഹനമായതുകൊണ്ട് റേഡിയേറ്റർ ഇല്ലാത്തതുകൊണ്ടും അവർക്കൊരു ഗ്രില്ലിൻ്റെ ആവശ്യമില്ല. പിന്നെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ബോഡി പാനൽ വന്നേക്കുന്നതും ലൈറ്റ്സൊക്കെ വന്നേക്കുന്നതും നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട്. കളർ ചേഞ്ച് ആണ് പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്. പക്ഷേ ബേസിക്കലി ലുക്സിലോ കാര്യത്തിലോ ഒരു വ്യത്യാസമില്ല. സെയിം ബോഡി പാൻസ് തന്നെ ഉപയോഗിച്ചേക്കുന്നവർ ബഡാ ദോസ്ത് തന്നെ, കാരണം കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമുക്ക് പിന്നെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ ബേസിക്കലി സെയിം വാഹനം തന്നെയാണ് ബഡാ ദോസ്ത് തന്നെ. പക്ഷേ നമുക്കിവിടെ ഒരു ലോഗോ ചേഞ്ച് കാണാം. സ്വിച്ചിൻ്റെ ബ്രാൻഡ് വന്നിട്ടുണ്ട് ഇവിടെ. അവരുടെ ഈ ലോഗോ നല്ല രസമായിട്ടുണ്ട്. ഒരു ഗ്രീൻ കളറിൽ കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ലുക്സ് വെരി നൈസ്. പിന്നെ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ക്യാബിനാണ്. ഇത് വലിയ വാഹനമായതുകൊണ്ട് 3 പേർക്ക് ഇരിക്കാൻ പറ്റും. നമുക്കിപ്പോൾ നോക്കിയാൽ കാണാം 3 പേർക്ക് ഒറ്റ ഉള്ളിൽ കൂടെ തന്നെ നടന്നു പോകാൻ പറ്റുന്ന രീതിയിലുള്ള ക്യാബിനാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആണ്. പിന്നെ ഒരു പ്രീമിയം ആസ്പെക്റ്റ് പോലെ ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല. അതായത് നമ്മളിപ്പോൾ ഏതൊരു കസ്റ്റമർ ആണെങ്കിലും ഫ്ലീറ്റ് ഓണേഴ്സ് എന്ന രീതിയിലാണ് ഇപ്പോൾ വാഹനങ്ങളുടെ കമേഴ്ഷ്യൽ വെഹിക്കിൾ. പണ്ടത്തെ പോലെ ഒരു സിംഗിൾ ഓണർ മേടിച്ച് അതിനുപയോഗിച്ച് ഇതാക്കല്ല. ഫ്ലീറ്റ് ഓണേഴ്സാണ്. എന്നിട്ട് ഈ ഫ്ലീറ്റ് ഓണേഴ്സാണ് പിന്നെ ബാക്കിയുള്ളവർക്ക് ഈ വാഹനം ഒരു സർവീസ് എന്ന രീതിയിൽ കൊടുക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ആമസോൺ എന്നൊരു കമ്പനി, അവർ ഈ വാഹനം പുറത്തൊരു ഡീലർക്ക്, അതായത് ഒരു ഫ്ലീറ്റ് ഓപ്പറേറ്റർക്ക് ഈ ഒരു കോൺട്രാക്റ്റ് പോലെ കൊടുക്കുകയും ചെയ്യുക. എന്നിട്ട് അവർ പെർ പാക്കേജ് അല്ലെങ്കിൽ പെർ കിലോമീറ്റർ എത്രയാണോ സർവീസ് ചാർജ് എന്ന രീതിയിൽ അവർക്കും ആമസോണിന് കൊടുക്കുക. അപ്പോൾ ആമസോണിന് ശരിക്കും പറഞ്ഞാൽ കുറച്ച് പൈസ കൂടുതൽ കൊടുത്താലും എഫക്റ്റീവ്ലി അവർക്ക് പണി കുറവാണ്. ആ രീതിക്കാണ് ഇപ്പോഴത്തെ ഒരു ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഫ്ലീറ്റ് ഓപ്പറേറ്റേഴ്സായി മാറി. അപ്പോൾ ആ ഫ്ലീറ്റ് ഓപ്പറേറ്റേഴ്സിന് ശരിക്കും ഇപ്പോൾ പണ്ടത്തെ പോലെ വീണ്ടും ഡ്രൈവർമാർക്ക് മിനിമം ആയിട്ടുള്ള കംഫർട്ടിൽ ഇനിയിപ്പോൾ വണ്ടി ഓടിക്കാൻ പറ്റില്ല. കാരണം ഡ്രൈവർമാർക്ക് കംഫർട്ട് കൂടുന്നതും ഡ്രൈവർമാർ കംഫർട്ടബിൾ ആവുന്നവരും എഫിഷ്യൻസി കൂടുകയാണ്. അപ്പോൾ എഫിഷ്യൻസി കൂടുന്നത് കൊണ്ട് പ്രോഫിറ്റബിലിറ്റിയും കാര്യങ്ങളും കൂടും. ആ രീതിയിലാവുന്നുണ്ട്. ഇപ്പോൾ ഇത് പ്രോപ്പർ നമ്മളിപ്പോൾ യൂറോപ്യൻ മാർക്കറ്റിൽ കണ്ട പോലെ നമ്മുടെ മാർക്കറ്റിലും ഇപ്പോൾ അങ്ങനത്തെ കുറേ മാറ്റങ്ങൾ കണ്ടുപിടിക്കുന്നത്, വിച്ച് ഇസ് വെരി വെരി ഗുഡ്. കാരണം നമ്മുടെ നാട്ടിലും ഇതൊക്കെ കൂടുന്നുണ്ട്. ഡ്രൈവർമാർ കംഫർട്ടബിളായിട്ട് ഇരുന്നാൽ മാത്രമേ അവരും അവരുടെ മൈൻഡ് സെറ്റും കാര്യങ്ങളും റെഡി ആയിട്ട്, നമ്മളിപ്പോൾ നാട്ടിൽ കാണുന്നത് വെറുതെ അലക്കി പറക്കി ഓടിക്കുന്നതൊക്കെ. അപ്പോൾ ആ കംഫർട്ടബിളായിട്ട് ഇരുന്നാണ് അവരുടെയും മൈൻഡ് സെറ്റും കാര്യങ്ങളൊക്കെ മാറിയിട്ട് നമ്മുടെ റോഡും കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ വൃത്തിയാവും. പിന്നെ ഇതൊരു നല്ലൊരു പ്രോപ്പറായിട്ടൊരു കാറിനകത്തിരിക്കുന്ന പോലെ ഫീൽ ഉണ്ട്. നമുക്കിവിടെ കാണാൻ ആക്സിഡൻറ്റ് ബ്രേക്ക്, ഇതിന് ക്ലച്ച് ആവശ്യമില്ല. അപ്പോൾ പിന്നെ ഇവിടെ നമുക്ക് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഡ്രൈവ് സെലക്ടറും കാണാൻ പറ്റും. അതൊരു ടച്ച് പാഡാണ്, RND എന്ന് പറഞ്ഞിട്ട്. സോ അതും നമുക്കിപ്പോൾ ടച്ചായി മാറി. പിന്നെ മേളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയ കൺസോൾ വന്നേക്കുന്നു. സൈഡിൽ ബട്ടൺസും കാര്യങ്ങളുണ്ട്. അതൊന്നും ഇവിടെ അത് കൊടുത്തിട്ടില്ല. പിന്നെ ഇത് നമുക്ക് നല്ല വിശാലമായിട്ടൊരു ക്യാബിൻ കാണാം. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് ഇരിക്കാനൊക്കെ പറ്റും. പിന്നെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അവിടെയും നമുക്ക് ഇറ്റ് ലുക്സ് ഗുഡ്. സോ ആകെ മൊത്തം വളരെ
നന്നായ രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ആവശ്യമുള്ള രീതിയിൽ നമുക്ക് ഇൻറ്റീരിയറും ഒരു ഫ്ലീറ്റ് ഓപ്പറേറ്റേഴ്സ് ഒരു ബിഗ് ഓർഡറൊക്കെ ആണെങ്കിൽ നമുക്ക് കസ്റ്റമൈസ് എടുക്കാനും പറ്റും. ഇനി ഇൻറ്റീരിയർ മാത്രമല്ല കസ്റ്റമൈസ് ചെയ്യുന്നത്, നമുക്ക് ഇതിൻ്റെ ലോഡിംഗ് ബേയും കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ലോ റേസ് ആയിട്ടുള്ള ലോഡിംഗ് ബേ ആണ്. ഇത്രയും ലെങ്ത് ഉണ്ട്. ഇത് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നമ്മുടെ എന്താണ് യൂസേജ് വരുന്നത് ആ രീതിയിൽ നമുക്ക് ഇതിനെ ഇവർ തന്നെ അശോക് ലേലൻഡ് തന്നെ മോഡിഫൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് വലിയൊരു ക്യാബിനാണ് വേണ്ടി നിൽക്കുക, അതുപോലെ കണ്ടെയ്നേഴ്സ് ആക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ അതല്ല സ്പെസിഫിക് ആയിട്ട് റിക്വയർമെൻറ്റ്, ഇപ്പോൾ ഉദാഹരണത്തിന് ഗാർബേജ് ട്രക്ക്, ഇപ്പോൾ കുറേ കമ്മ്യൂണിറ്റി അതായത് കോർപ്പറേഷൻ പോലത്തെ തൃശ്ശൂർ കോർപ്പറേഷനൊക്കെ പോലെ തന്നെ അവർക്കിപ്പോൾ ഗാർബേജ് ട്രക്ക് വേണം നിൽക്കുക. അപ്പോൾ ഇതൊരു ഗാർബേജ് ട്രക്ക് ആക്കിയിട്ട് മാറ്റി കൊടുക്കും. അതല്ല ഒരു ടിപ്പറാണ് വേണ്ടി നിൽക്കുക, ഈ സാധനത്തിനെ ടിപ്പറാക്കി മാറ്റാൻ പറ്റും. സോ വളരെ മോഡിഫയബിൾ ആയിട്ട് രീതിയിലൊരു മോൾഡബിൾ ആയ രീതിയിലാണ് അവർ ചെയ്തേക്കുന്നത്. അത് ഇവർ തന്നെ ഓപ്ഷൻസും കൊടുക്കുന്നുണ്ട്. നമുക്കിപ്പോൾ ഒരു ഞാൻ പറഞ്ഞു ഫ്ലീറ്റ് ഓപ്പറേറ്റേഴ്സ്, അപ്പോൾ അവരെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പല രീതിയിലും ചെയ്യാൻ പറ്റും. താഴെ നോക്കിക്കഴിഞ്ഞാൽ ഷാസി നമുക്ക് കാണാൻ പറ്റും. ഷാസി ഈ ബഡാ ദോസ്തിൻ്റെ സെയിം ഷാസിയാണ്, പക്ഷേ ബാറ്ററീനൊക്കെ ഇൻ്റഗ്രേറ്റ്, ഇതാണ് ബാറ്ററി വന്നിരിക്കുന്നത്, നമുക്കിവിടെ കാണാം. ഇതാണ് ബാറ്ററിയുടെ പാക്ക് വന്നിരിക്കുന്നത്. ഇവിടെ അതിൻ്റെ കമ്പോണൻസും കാണാനുള്ളത് കാണാൻ പറ്റും. വളരെ നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഓരോന്നും മറ്റേ അവർ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നമുക്ക് കണ്ടാലും നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ. പിന്നെ ബാക്കിലൊരു മോട്ടർ കാണാൻ പറ്റും, റെയർ ടയറിക്കാണ് മോട്ടർ വന്നിരിക്കുന്നത്. ഇതാണ് മറ്റൊരു ഗുണം ഈ വാഹനത്തിൻ്റെ. കാറിന് ഉപയോഗിക്കുന്ന അതേ ചാർജിങ് പോർട്ടാണ്, അതായത് CCS2 ചാർജിങ് പോർട്ടാണ് വരുന്നത്. നമ്മുടെ മാർക്കറ്റിലുള്ള വേറെ കുറച്ച് പ്ലേയേഴ്സ്, ഇപ്പോൾ ഓട്ടോറിക്ഷയൊക്കെ പ്ലേയേഴ്സ് ആണെങ്കിൽ അവരുടെയൊക്കെ ചാർജിങ് പോർട്ട് അവരുടെ പ്രൊപ്പറേറ്ററി ചാർജിങ് പോർട്ട്സ് ആയതുകൊണ്ട്, ചെറിയ ചാർജിങ് പോർട്ട്സ് ആയതുകൊണ്ട് അവർക്ക് സ്പീഡ് കുറവാണ്. അപ്പോൾ ഇത് പക്ഷേ ഒരു 300 വോൾട്ട് ആർക്കിടെക്ചർ വരുന്നത്, അതായത് കാറിൽ വരുന്നേക്കുന്ന അതേ ആർക്കിടെക്ചറാണ്. 300 വോൾട്ട് ആർക്കിടെക്ചർ വേറെ ഒന്നുമില്ല കേട്ടോ. ഇതിൽ വന്നേക്കുന്ന ഇലക്ട്രിക്കൽ കമ്പോണൻസ് മൊത്തം, അതായത് ബാറ്ററി, ചാർജിങ് പോർട്ട്, മോട്ടർ, അങ്ങനത്തെ കമ്പോണൻസ് എല്ലാം 300 വോൾട്ട് ആണ് ബേസിക്കലി ആണ് ഈ 300 വോൾട്ട് ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. സോ അതിൽ വന്നേക്കുന്നതുകൊണ്ട് നമുക്ക് ഏതൊരു ചാർജിങ് പോയിന്റിൽ, അപ്പോൾ ഒരു DC ചാർജിങ് പോയിന്റിൽ, ഇപ്പോൾ റോട്ടിലുള്ള ഇപ്പോൾ ഒരു ഗോയിസിലാണെങ്കിൽ ചാർജിങ് പോയിന്റിൽ കൊണ്ടിട്ട് നമുക്ക് കുത്തിക്കഴിഞ്ഞാൽ ചാർജ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് കുറച്ചും കൂടെ പ്രാക്ടിക്കാലിറ്റി കൂടാണ്. ഇപ്പോൾ ഒരു വാഹനം നമ്മൾ ഉപയോഗിച്ച് പോകുമ്പോൾ നമുക്ക് അവിടെ ചാർജ് ചെയ്യണം, കുറച്ചുകൂടി ഡിസ്റ്റൻസ് പോകാൻ പറ്റുകയാണ്. അപ്പോൾ അല്ലാണ്ട് നമുക്ക് തിരിച്ച് ബേസിലേക്ക് വന്നിട്ട് ചാർജ് ചെയ്ത് വീണ്ടും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഒരു പോയിന്റിൽ പോയി അവിടെ ചാർജ് ചെയ്ത് തിരിച്ചു കൊണ്ടിരുന്നു. റേഞ്ച് വരുന്നത് ഏകദേശം ക്ലെയിംഡ് റേഞ്ച് 200 കിലോമീറ്റേഴ്സ് ആണ്, പക്ഷേ ഒരു പ്രാക്ടിക്കൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ 140 കിലോമീറ്റേഴ്സ് നമുക്ക് കിട്ടും. ദാറ്റ് ഈസ് ഐ ഫീൽ ദാറ്റ് ഈസ് ഇനഫ് ഫോർ 1 ഡേ. ഇതൊരു ലാസ്റ്റ് മൈൽ ട്രാൻസ്പോർട്ടേഷൻ എന്ന രീതിയിൽ വരുന്നത്. ലാസ്റ്റ് മൈൽ ട്രാൻസ്പോർട്ടേഷൻ വേറെ ഒന്നുമല്ല, വാഹനം വലിയൊരു കണ്ടെയ്നറിൽ വരുന്നു, ഗോഡൗണിലെത്തുന്നു. ഗോഡൗണിലെത്തിയതിന് ശേഷം ഓരോ ഇൻഡിവിജ്വലിന് പോകുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ആമസോണിൻ്റെ പാക്കേജ് നമുക്ക് വരുന്നു, വീട്ടിലേക്ക് വരുന്നു, അവർ ചെറിയ വണ്ടിയിലെ വരിക. അപ്പോൾ അങ്ങനത്തെ ലാസ്റ്റ് മൈൽ മൊബിലിറ്റിക്ക് വേണ്ടിയിട്ടുള്ളൊരു ഇതാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കിലോമീറ്റേഴ്സാണ് എഫക്റ്റീവ്ലി നല്ലത്. പിന്നെ ഈ ആർക്കിടെക്ചർ വരുന്നതുകൊണ്ട് കുറച്ചുകൂടെ ഫ്ലെക്സിബിലിറ്റിയും കാര്യങ്ങളൊക്കെ കൂടുകയാണ്. ഇനി ഇതല്ല, നിങ്ങൾക്ക് ഈ വാഹനത്തിൻ്റെ ഈ ഒരു ആർക്കിടെക്ചറിനെ കുറിച്ചും ഷാസി സെയിം ആട്ടോ, ഇപ്പോൾ വന്നിരിക്കുന്ന ബഡാസ് ഷാസി, ഇതല്ല നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്തായിരുന്നാണ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ എന്തെങ്കിലും ഉത്തരം പറഞ്ഞു തന്നിരിക്കും. ഇനി നമുക്കിതിൻ്റെ iV3 എന്ന വാഹനത്തിലേക്ക് കിടക്കാം. ഇതിൻ്റെ ചെറിയൊരു വാഹനം. ഇതും ഡിസൈനിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫ്രണ്ടിൽ ഈ ഒരു സ്വിച്ച് എന്ന ബാഡ്ജ് കൊടുത്തേക്കുന്നതും ഈ ഗ്രില്ല് മാറ്റിയിട്ട് ഇതൊരു കവർ തന്നിരിക്കുന്നതാണ് മെയിനായിട്ട് ഡിസൈൻ ചേഞ്ച്. വേറെ കാര്യമായിട്ട് ഒരു ഡിസൈൻ ചേഞ്ച് വന്നിട്ടില്ല. ഇതുപോലെ വൈപ്പേഴ്സ് ഇൻ്റഗ്രേറ്റ് ചെയ്തേക്കുന്നു, സെയിം വെഹിക്കിളാണ് കാണാനൊക്കെ. ഇതിൻ്റെ നമുക്ക് ഇൻറ്റീരിയറിൽ കയറി കഴിഞ്ഞാൽ വീണ്ടും വളരെ എയറി ആയിട്ട് ഫീൽ ചെയ്യുന്നതും നല്ല ലൈറ്റ് ആയിട്ടുള്ള ക്യാബിനാണ്. ഈ ഒരു കളേഴ്സ് കൊടുത്തത് സത്യം പറയാലോ ഇത് വൃത്തികേടാവും, ഓബ്വിയസ്ലി ഇത് വൃത്തികേടാവും. പക്ഷേ ഇത് യൂസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ ഫ്ലീറ്റ് ഓപ്പറേറ്റേഴ്സ് ആയിട്ടുള്ള ഇങ്ങനത്തെ ഡെലിവറി ഗായ്സ് ആയിരിക്കും. അപ്പം മറ്റേ ചളിയും മണ്ണും ആയിരിക്കില്ല ഈ വാഹനത്തിൽ അത് കയറുന്നത്. അപ്പോൾ അതുകൊണ്ട് അത്ര അധികം വൃത്തികേടാവേണ്ട ഒരു ആവശ്യം വരുന്നില്ല. പക്ഷെ എന്നാലും ഓബ്വിയസ്ലി ബേജ് ഇൻറ്റീരിയേഴ്സ് ആണ്, വൃത്തികേടാവും. ഇവിടെ നമുക്ക് കാണാൻ പറ്റും RNDS എന്ന് പറഞ്ഞിട്ട് ബട്ടൺസ് ആയിട്ട് വന്നേക്കുന്നത്. ഇവിടെ ഒരു കപ്പ് ഹോൾഡർ വന്നേക്കുന്നു, നീറ്റ് ലിറ്റ് ഇൻറ്റഗ്രേഷൻ. പിന്നെ ഇവിടെ എമർജൻസി എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണാൻ പറ്റും, മറ്റേ ഹസാർഡിൻ്റെ. ഇവിടെ ഒരു മൊബൈൽ ഹോൾഡർ വന്നിട്ടുണ്ട്. ഇറ്റ്സ് ഓൾ ഒരു വാല്യൂ അഡീഷണൽ ആയിട്ടുള്ള പാക്കേജസ് ആണ്. ഇവിടെയും നമുക്ക് കൺസോൾ കാണാൻ പറ്റും. കൺസോളിൽ നമുക്ക് ആവശ്യമുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ഇതിൻ്റെ ചാർജർ പാക്ക് വന്നേക്കുന്നത്. ഈ ഒരു ബാഗിനകത്ത് നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റും. ബേസിക്കലി ചാർജറുണ്ട്, നമുക്ക് ചാർജിങ് പോർട്ടിൽ കുത്താൻ പറ്റുന്ന രീതിയിൽ. വീണ്ടും ഞാൻ പറയുന്നു, ഇതിൻ്റെയും ഞാൻ പറയുന്നു, നമ്മൾ ഈ സാധനം കണ്ടു കഴിഞ്ഞാൽ ഏതൊരു പ്ലഗ് പോയിന്റിൽ കുത്താൻ പറ്റും നമ്മൾ വിചാരിക്കരുത്. വലിയ പ്ലഗ് പോയിന്റിൽ മാത്രമേ കുത്താൻ പറ്റത്തുള്ളൂ. നമുക്ക് ഒരുപാട് ഷക്കിൽ പറ്റിയിട്ടുള്ള, അതുകൊണ്ട് തന്നെ അത് ശ്രദ്ധിക്കുക. അത് നമ്മുടെ ഇലക്ട്രിക് വാഹനങ്ങൾ നമ്മൾ കാണുമ്പോൾ ഏത് പോർട്ടിലും നമ്മുടെ വീട്ടിലുള്ള പോർട്ടിൽ കുത്താൻ പറ്റില്ല. അതിന് പ്രത്യേകമായിട്ടുള്ള ആ വലിയ വോൾട്ട് സപ്പോർട്ട് ചെയ്യുന്ന ചാർജർ തന്നെ വേണം. ഇത് ഞാൻ പറഞ്ഞു ചെറിയ വാഹനമാണ്, 2 പേർക്കാണ് ഇതിലിരിക്കാൻ പറ്റുന്നത്. സോ ദിസ് ഇസ് ദ ഹോൾ ക്യാബിൻ, വേറൊന്നുമില്ല. ഇനി ഇതിൻ്റെ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ
കുറച്ചും കൂടെ ഒരു ചെറിയ ലോഡിംഗ് ബേ ആണ് വന്നേക്കുന്നത്. ഇത് 2 ടണ്ണും അത് ഇത് 1.5 ടൺ തൊട്ട് 2 ടൺ വരെ സപ്പോർട്ട് ചെയ്യുന്നതും ഇത് 2 ടൺ തൊട്ടിട്ട് അതിൻ്റെ മേളിലേക്ക് 3.3 ടൺ വരെ സപ്പോർട്ട് ചെയ്യുന്നതുമാണ്. ഇതും നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നമുക്ക് മോൾഡബിൾ ആണ് കേട്ടോ പ്ലാറ്റ്ഫോം. അവർ തന്നെ ചെയ്തു തരുന്നതായിരിക്കും നമുക്ക് ആവശ്യമുള്ള പോലെ ഇത്. പക്ഷേ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ടിപ്പർ എന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് അവർ പറഞ്ഞു തന്നിട്ടില്ല എനിക്ക്. അവർ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. ബട്ട് ബാക്കിയെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിനെയും താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ സെയിം ഷാസി കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് ബാറ്ററി പാക്ക്, ഇതാണ് ബാറ്ററി പാക്ക് വന്നേക്കുന്നത്. ഇവിടെ ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ബാറ്ററിയുടെ ആർക്കിടെക്ചർ കാര്യങ്ങളും കാണാം. പിന്നെ ഇവിടെയും ചാർജിങ് പോർട്ട് വന്നേക്കുന്ന സൈഡിലാണ്. പക്ഷേ ഇത് കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ചാർജിങ് പോർട്ടാണ് വന്നേക്കുന്നത്. പിന്നെ ഇവിടെ ഒരു ബട്ടൺ കാണുന്ന, ഒരു റെഡ് കളർ ബട്ടൺ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ അത് എമർജൻസി സ്റ്റോപ്പാണ്, നമുക്ക് ചാർജിങ് എമർജൻസി സ്റ്റോപ്പിനുള്ളത്. ഇതിൻ്റെയും ബാക്കിലാണ് മോട്ടർ വന്നേക്കുന്നത്. ഇതിൻ്റെയും ഫ്രണ്ടിൽ നോക്കി കാണാൻ പറ്റും എൻജിൻ വന്നിട്ടില്ല. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ലോഡിംഗ് ബേ തുറക്കുന്നത് കാണാം. സോൾ ദ സെയിം. സോ പിന്നെ സൈഡിലാണ് നമ്മുടെ സാധാരണ ഇലക്ട്രോണിക്സിന് വേണ്ട ബാറ്ററിയും അതിൻ്റെയും സൈഡിൽ തന്നെ ബാറ്ററി വന്നിരിക്കുന്നത്. ഇത് IE3 ഇൻ്റലിജൻറ്റ് ഇലക്ട്രിക് വെഹിക്കിൾ 3 പറയുന്നത്. സോ ഇതായിരുന്നു വാഹനത്തിൻ്റെ ആകെ മൊത്തം ഉള്ളൊരു ലുക്സും പിന്നെ ഇൻറ്റീരിയേഴ്സും. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ എന്ന രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇവിടെ ഒന്ന് നോക്കി കാണാൻ പറ്റും. വളരെ വ്യക്തമായിട്ട് എല്ലാ ടെക്നിക്കൽ സ്പെസിഫിക്കേഷനും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ. ഗ്രോസ് വെയിറ്റ് എത്രയും ലോഡ് വരുന്നുണ്ട്. പിന്നെ പേ ലോഡ് നമുക്കിത് 1.7 ടണ്ണാണ് ഈ സാധനം. മറ്റേത് 1.2 ടൺ. വീൽ ബേസ് വന്നേക്കുന്നു. പിന്നെ ബാറ്ററി സ്പെസിഫിക്കാണിത്. 32 കിലോ വാട്ടിൻ്റെ ബാറ്ററി വരുന്നുണ്ട്, 25 കിലോ വാട്ടിൻ്റെ ബാറ്ററി വരുന്നുണ്ട്. ഈ 32 കിലോ വാട്ടിൻ്റെ ബാറ്ററി ഏകദേശം 130 കിലോമീറ്റേഴ്സ് ആയിരിക്കും റേഞ്ച്. 25ൻ്റെ 140 ആയിരിക്കും റേഞ്ച്. പക്ഷേ സ്പീഡാണ് നമുക്ക് കുറേ വരാൻ പോകുന്നത്. 80 കിലോമീറ്റർ വരെ പോകും, 70 കിലോമീറ്റർ വരെ പോകുള്ളൂ. ഇത് പീക്ക് പവർ 60 ആണ്. അതായത് കുറച്ചും കൂടെ വെയിറ്റും താങ്ങാൻ പറ്റും, കുറച്ചും കൂടെ ഗ്രേഡബിലിറ്റി കിട്ടും. അതിൻ്റെ പീക്ക് പവർ ലേശം കുറവാണ്. അതുപോലെ തന്നെ ഇതിന് ടോർക്ക് കൂടുതലാണ്, അതിന് ടോർക്ക് ലേശം കുറവാണ്. ചാർജിങ് ടൈപ്പ് മെയിനായിട്ട് ഞാൻ പറഞ്ഞല്ലോ CCS2 ആണ് വരുന്നത്. നമ്മൾ പുറത്തൊരു ചാർജിങ് പോർട്ടിലാണെങ്കിൽ ഇതിൽ ഏകദേശം 55 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് 80% ചാർജ് എത്തും. നമ്മുടെ വീട്ടിലത്തെ ചാർജറാണെങ്കിൽ 8 മണിക്കൂറും, അതെല്ലാവരുടെ 32 ആമ്പിയറിൻ്റെ ചാർജാണ് 4 മണിക്കൂറാണ്. രണ്ടും നമുക്ക് സെയിം ആർക്കിടെക്ചർ വരുന്നതുകൊണ്ട് നമുക്ക് രണ്ടുപേരും ചെയ്യാൻ പറ്റും. ഇലക്ട്രിക് പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്. ഫ്രണ്ടും ടയറും, ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്സും ആണ്. ഇത് ബാക്കിയൊക്കെ നമുക്ക് ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻ സെയിം ദോസ്തിനെയും ബഡ ദോസ്തിനെയും കാണാൻ പറ്റും. ഇനി നമുക്ക് ഈ ട്രാക്കിലൂടെ ഇത് ഓടിക്കുന്നതും ഇതിൻ്റെ ഒരു മൊത്തത്തിൽ ഓടിക്കാനുള്ളൊരു ഫീൽ എങ്ങനെയുണ്ടെന്നും നമുക്ക് നോക്കാം. അതിനകത്ത് കയറിക്കഴിഞ്ഞാൽ വണ്ടിയുടെ എർഗണോമിക്സ് ഒന്നും മാറിയിട്ടില്ല, പക്ഷേ കംഫർട്ട് കൂടിയിട്ടുണ്ട്. സീറ്റ് ഒന്നും കൂടെ കംഫർട്ടബിൾ ആയിട്ടുണ്ട്. അങ്ങനത്തെ ചെറിയ ചെറിയ മാറ്റങ്ങൾ. അപ്പോൾ ഡ്രൈവർ കംഫർട്ട് ഞാൻ പറഞ്ഞ പോലെ കൂട്ടാൻ വേണ്ടിയിട്ട്. ഇനി RNDS എന്ന് പറഞ്ഞിട്ട് 4 സ്വിച്ചസ് ആകണ്ടേ. PRND അല്ല കേട്ടോ, എനിക്ക് നേരത്തെ മാറിപ്പോയതാണ്. R എന്ന് വെച്ചാൽ റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ്, സ്പോർട്ട്. സ്പോർട്ടിലിട്ടാലാണ് കുറച്ചും കൂടെ ഫുൾ ടോർക്ക്. ഇപ്പോൾ നമ്മൾ കണ്ട 230 NM ടോക്കിൻ്റെ ഫുള്ളായിട്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ ലേശം കുറവുണ്ട്. പിന്നെ ഇതിന് ഡ്രൈവ് സെലക്ഷനിലൊരു ചെറിയ ഡീറ്റെയിൽ ഉണ്ട്. നമ്മളിപ്പോൾ ഡ്രൈവിലിട്ട് നിൽക്കുക. ഡ്രൈവിലിട്ട് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് നമുക്ക് ഈ R ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ റിവേഴ്സിലേക്കല്ല പോവുക. ഡ്രൈവിൽ നിന്ന് നേരെ ന്യൂട്രലിട്ട് പിന്നെ റിവേഴ്സ് ഇട്ടാലാണ് അങ്ങോട്ട് മാറുന്നത്. അതുപോലെ തന്നെ റിവേഴ്സിന് ഡ്രൈവ് ആവണമെങ്കിൽ റിവേഴ്സിന് ന്യൂട്രൽ അമർത്തി പിന്നെ ഡ്രൈവ് ഇട്ട് പിന്നെ അതുപോലെ തന്നെ സ്പോർട്ട് മോഡിലേക്ക് പോയാലേ മാറുന്നുള്ളൂ. ദാറ്റ് ഈസ് ഒരു ഇപ്പോൾ ന്യൂട്രലിൽ നിന്ന് നേരെ സ്പോർട്ട് മോഡിലേക്ക് പോകുന്നുണ്ട്, അതുപോലെ തന്നെ സ്പോർട്ട് മോഡിൽ നേരെ ന്യൂട്രലിലേക്കും പോകുന്നുണ്ട്. പ്രശ്നമില്ല. പക്ഷേ റിവേഴ്സും ഫ്രണ്ടും ബാക്കും പോകുന്നതിന് മുന്നേ ന്യൂട്രൽ അമർത്തണം. ഇനി ഇപ്പോൾ ഈ നമ്മൾ ഓടിക്കുന്ന വണ്ടി 1.2 ടൺസ് ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫുൾ കപ്പാസിറ്റി അല്ല, എന്നാലും 1.2 ടൺസ് ലോഡ് വെച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഗ്രേഡിൻ്റ് ആണ്. 10.2 ഡിഗ്രീസ് ഉണ്ട് ഗ്രേഡിൻ്റ്. ഇതിനിപ്പോൾ ഒരു ഹിൽ ഹോൾഡ് സിസ്റ്റം കൂടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ക്ലച്ച് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് താങ്ങിയെടുക്കലൊന്നും പറ്റില്ല. അപ്പോൾ ഹിൽ ഹോൾഡ് ഉണ്ട്. ഇപ്പോൾ നമ്മളിത് ഇത്രയും ലോഡായിട്ട് കയറുന്നുണ്ട്. ഇനി നമ്മൾ ഇവിടെ നിർത്തി, ഈ ഗ്രേഡിൻ്റെ അടിയിൽ നിർത്തി കഴിഞ്ഞാൽ ഹിൽ ഹോൾഡായിട്ട് ഇരുന്നു. ഇനി നമ്മൾ കാലം എടുത്തു കഴിഞ്ഞാൽ കയറുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം ലോഡ് വലിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു നമുക്ക് സാധ്യത ഉണ്ടാകുന്ന സ്ഥലത്തും ഫുൾ ലോഡായിട്ട് ഇലക്ട്രിക് വണ്ടിക്ക് മെയിൻ പ്രശ്നം അതാണല്ലോ, നമുക്ക് കയറ്റം കയറാൻ പറ്റുമെന്നുള്ളത്. കയറ്റം കയറാൻ പറ്റുന്നുണ്ട്. സോ പ്ലസ് ഇത് നമുക്ക് അടുത്ത ട്രാക്കിലേക്ക് പോകാം. അടുത്ത ട്രാക്ക് ടേണിംഗ് റേസിൻ്റെ ട്രാക്കാണ്. ഇതിപ്പോൾ IE-V4 ആണ്. ഇതിൻ്റെ ടോട്ടൽ അതായത് മാക്സിമം ലോഡിംഗ് കപ്പാസിറ്റി 1.7 ടൺസ് ഞാൻ പറഞ്ഞ പോലെ. ഇതിൽ ഏകദേശം 1.2 ടൺസ് അവർ ലോഡ് ചെയ്തിട്ടുണ്ട്. ബാക്കിൽ ഫുൾ ബേ ലോഡ് ചെയ്തിരിക്കുക. ഇപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്നത് നമുക്ക് ഫുൾ ടേണിംഗ് ലോക്ക് എത്ര കിട്ടുന്നുണ്ട്, എത്രത്തോളം നമുക്ക് സ്റ്റേബിളാണ് ഫുൾ ലോക്കിലുള്ളതെന്നും പിന്നെ എത്ര ടൈറ്റായിട്ട് നമുക്ക് ടേൺ ചെയ്യാൻ പറ്റുന്നതാണ്. എനിക്കറിയാം നമ്മൾ ഈ ടെസ്റ്റിംഗ് അല്ല
നമ്മുടെ ഒരു എവറി ഡേ ടെസ്റ്റിംഗ് ആയിട്ട് ഡെയിലി ടെസ്റ്റ് നടത്താൻ പോകുന്ന നമുക്ക് അറിയാൻ പറ്റും. എന്നാലും ഇവരിപ്പോൾ അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ്. എന്തായാലും നാട്ടിലൊരു വണ്ടി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും നമുക്ക് മനസ്സിലാവുള്ളൂ ഇത്രയും ടൈറ്റായിട്ട് നമുക്ക് ടേൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് ബഡാ ദോസ്റ്റിലുള്ള പോലൊക്കെ തന്നെ ഇതിലും ആ സെയിം ആർക്കിടെക്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഫെമിലിയാരിറ്റി ഉണ്ട്. ഇപ്പോൾ ഒരു ഡ്രൈവർ പെട്ടെന്ന് കയറി കഴിഞ്ഞാൽ വേറെ തന്നെ ഒരു സംഭവം ലോകത്തിനകത്തല്ല കയറുന്നത്, ഒരു സിമിലർ ആയിട്ടുള്ളൊരു വാഹനത്തിനകത്ത് കയറുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഗുഡ്. നമുക്ക് അത്യാവശ്യം സ്പീഡും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്. സ്റ്റേബിളാണ് വണ്ടി, ഒരു വോബ്ലിനെസ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. നമുക്ക് സ്പീഡ് കൂടുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് ചെയ്യാനും പറ്റും. നമുക്കിപ്പോൾ ഏകദേശം 50 കിലോമീറ്ററിൽ നമുക്ക് ഈ ടോട്ടൽ നമുക്ക് ടേണിംഗ് റേഡിയസ് എടുക്കാൻ പറ്റുന്നുണ്ട്. ഇറ്റ് ഈസ് ഗുഡ്. ഇനി അവസാനത്തെ ട്രാക്കായ ഹൈ സ്പീഡ് ട്രാക്കിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അവർ പറഞ്ഞേക്കുന്നത് വണ്ടിയുടെ ടോപ്പ് സ്പീഡ് 80 ആണ്, നമ്മൾ 60 പോകണമെന്നാണ്. എന്തായാലും നമുക്ക് ട്രാക്കിലൂടെ ഓടിച്ചിട്ട് എങ്ങനെ അതിൻ്റെ സ്വഭാവം ഒന്ന് മനസ്സിലാക്കാം. എത്രത്തോളം സ്കാരിയാണ് ഇത്രയും സ്പീഡിൽ പോകുന്നത് നമുക്കൊന്നും അറിയാമോ. ഇറ്റ്സ് വെരി സ്റ്റേബിൾ. നമ്മളിപ്പോൾ 60 പോകുന്നത്. അത്യാവശ്യം നല്ല സ്മൂത്താണ് വാഹനം, സ്റ്റേബിളാണ് വാഹനം. ഇവരിപ്പോൾ ഒരു ആപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, സ്വിച്ച് അയോൺ എന്ന് പറഞ്ഞിട്ട്. ഈ ആപ്പിലൂടെ നമുക്ക് അത്യാവശ്യം ഡ്രൈവർ അപ്ഡേറ്റ്സും പിന്നെ വെഹിക്കിൾ അപ്ഡേറ്റ്സും ജിയോ ഫെൻസിങ് ആയിട്ടുള്ള അങ്ങനത്തെ സാധാരണ കാണുന്ന ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ ഇവർ ചെയ്യുന്നൊരു കാര്യമുണ്ട്. ഇവർ ഓരോ ആപ്പിലൂടെ കിട്ടുന്ന ഡീറ്റെയിൽസ് ഉണ്ട്, അതായത് ഓരോ വണ്ടിയുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്തിട്ട് ആ വണ്ടി എങ്ങനെയാണോ ഓടിക്കുന്നതെന്ന് മനസ്സിലാക്കി അത് പഠിച്ച് ഇപ്പോൾ ഒരു ഡ്രൈവർ ഇലക്ട്രിക് ആയിട്ടുള്ള വാഹനം ഓടിക്കുന്ന രീതി മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അത് അതുപോലെ എല്ലാം ഓടിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് പഠിപ്പിച്ച് കൊടുക്കുന്ന ഒരു കാര്യം കൂടെ ഇവർ ചെയ്യുന്നുണ്ട്. വിച്ച് ഇസ് ഐ ഫീൽ ഈ ആപ്പിലൂടെ ചെയ്യാൻ പറ്റുന്ന പ്രാക്ടിക്കൽ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ബെസ്റ്റ് യൂസ് കേസ് സിനാരിയോ ആണത്. അതുവരെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നമ്മൾ മനസ്സിലാക്കി പഠിപ്പിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് ഡ്രൈവർ വണ്ടി ഓടിച്ച് അതിൻ്റെ വ്യത്യാസങ്ങൾ വരുത്തി എഫിഷ്യൻസി കൂട്ടിക്കഴിഞ്ഞാൽ എഫക്റ്റീവ്ലി ആ ഫ്ലീറ്റ് ഓപ്പറേറ്ററിനും നല്ലതാണ്. സോ ഇറ്റ്സ് എ ഗുഡ്. സോ ഇതൊക്കെയായിരുന്നു ഈ വാഹനത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള വിശേഷങ്ങൾ. ഇതിൻ്റെ പ്രൈസും ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാൻ പറ്റും. സോ ഈ ഒരു പ്രൈസ് ഗ്യാപ്പിൽ ഇപ്പോൾ ഇതിന് കോമ്പറ്റീഷനായിട്ടും നിൽക്കുന്നത് ഇപ്പോൾ ടാറ്റയുടെ വെഹിക്കിളുണ്ട്, മഹീന്ദ്രയുടെ വെഹിക്കിളുണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ ഐ ഫീൽ ദിസ് ഇസ് എ ഡിഫറെൻറ്റ് ആയിട്ടുള്ളൊരു വെഹിക്കിളാണ്. കാരണം ഇത് യൂറോപ്യൻ മാർക്കറ്റിലും കൂടെ ഇപ്പോൾ ഉണ്ട്. ഇവരുടെ ഡബിൾ ഡെക്കർ ബസ് ഉണ്ട്, അങ്ങനത്തെ കുറേ ഇവരുടെ പ്രൊഡക്ട്സും പോർട്ട്ഫോളിയോ ഉണ്ട്. അതിൻ്റെ ഒരു ലേറ്റസ്റ്റ് എൻട്രി മാത്രമാണ് ഇപ്പോൾ ഈ i-V4ഉം V3 എന്ന് പറയുന്നത്. സോ ഐ ഫീൽ ഇറ്റ്സ് എ ഗുഡ് പോർട്ട്ഫോളിയോ. ഇവർ ഡബിൾ ഡെക്കർ ബസ് നമ്മുടെ യൂറോപ്യൻ മാർക്കറ്റിൽ എല്ലായിടത്തിലും വർക്ക് ചെയ്ത് ഓടുന്നുണ്ട്. സ്പെയിൻ അങ്ങനെ എല്ലായിടത്തും ഓടുന്നുണ്ട്. സോ ഒരു ഇൻ്റർനാഷണൽ ബ്രാൻഡ് എന്ന രീതിയിൽ നമ്മുടെ നാട്ടിൽ നിന്ന് അശോക് ലേലൻഡ് എന്നൊരു കമ്പനി വളർന്നു വന്നുകൊണ്ടിരിക്കുക, വിച്ച് ഇസ് കമൻഡബിൾ. സോ ഐ ഫീൽ ഈ ഒരു വാഹനവും ആ ഒരു ടെക്നോളജി ആ ഒരു സ്റ്റഡീസും മൊത്തം എടുത്തിട്ടാണ് അവർ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്യാബിനും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കുന്നതും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സോ ദാറ്റ് വാസ് ഇറ്റ്. ഈ വാഹനത്തിനെ കുറിച്ച് ഇനിയും കൂടുതൽ വിശേഷങ്ങളോ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാനുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ആവുന്ന രീതിയിൽ നമ്മൾ എന്തെങ്കിലും കമൻറ്റ് ചെയ്തിട്ട് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ പറഞ്ഞു തന്ന് അതേ തന്നെ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കി എന്തായാലും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. സോ ദാറ്റ് വാസ് ഇറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ് ഫ്ലൈൽ മലയാളം. ഞാൻ നന്ദു. നമ്മൾ മറ്റൊരു വാഹനമായിട്ട് കാണുന്നവരെ സ്റ്റേ സേഫ് ആൻഡ് എൻജോയ് വിത്ത്.